എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒരു ഗൗരവമായ സംഭവമായി തീർന്നിരിക്കുന്നു. വഴികളിലും വെള്ളച്ചാലുകളിലും പുഴകളിലും പൊതുപാർക്കുകളിലും സ്കൂൾ പരിസരങ്ങളിലും ഈ ദൃശ്യം നമ്മൾ ദിവസേന കാണുന്നു. ഈ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്കും മനുഷ്യ ആരോഗ്യത്തിനും ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സമൂഹത്തിന് സജീവ പങ്കാളിത്തം ആവശ്യമാണ്. സൗകര്യപ്രദമായ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ അഭാവം, ജനസംഖ്യാ വർധനവ്, വിദ്യാഭ്യാസക്കുറവ്, മാലിന്യം കത്തിക്കലെന്ന തെറ്റായ പ്രക്രിയയുടെ പതിവ്, ജനസംഖ്യാ വർധനവ്, വിദ്യാഭ്യാസക്കുറവ്, പൗര ഉത്തരവാദിത്തമില്ലായ്മ, വ്യക്തിഗത ഉത്തരവാദിത്തമില്ലായ്മ, ശുചിത്വ ബോധത്തിൻ്റെ കുറവ്, സൗകര്യപ്രദമായ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ അഭാവം, പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ അശ്രദ്ധ, വിപണികളിലും പൊതു ചടങ്ങുകളിലും മാലിന്യ നിയന്ത്രണത്തിൻ്റെ കുറവ് ഇവയാണ് ഈ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം. പ്രത്യാഘാതങ്ങൾ: പരിസ്ഥിതി മലിനീകരണം, ദുർഗന്ധവും ദൃശ്യമലിനീകരണവും, ആരോഗ്യ പ്രശ്നങ്ങൾ, ജലാശയങ്ങൾ മലിനമാകുന്നു, മൃഗങ്ങൾക്കും പക്ഷികൾക്കും അപകടം, വായു മലിനീകരണം, മാലിന്യം മൂടി നീർച്ചാലുകളുടെ ഒഴുക്കിനെ തടയുന്നു, പ്രകൃതി സൗന്ദര്യം നഷ്ടപ്പെടുന്നു. ഇത് ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു. മണ്ണിന്റെ ഗുണനിലവാരം കുറയുന്നു. മാലിന്യ പ്രശ്നം സമൂഹത്തിലെ എല്ലാവരെയും നേരിട്ടോ പരോക്ഷമായോ ബാധിക്കുന്ന ഒരു പൊതുസമൂഹ പ്രശ്നമാണ്. സാധാരണ ജനങ്ങൾ, വിദ്യാർത്ഥികൾ, വ്യാപാരികളും തൊഴിലാളികളും, കുട്ടികളും മുതിർന്നവരും, കൃഷിക്കാർ, പ്രദേശവാസികൾ, പ്രാദേശിക ഭരണസമിതികളും, ആരോഗ്യ പ്രവർത്തകരും, മൃഗങ്ങൾ, പക്ഷികൾ, ജലജീവികൾ എന്നിവരെ പ്രശ്നം ബാധിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ ജൈവമാലിന്യ കമ്പോസ്റ്റ് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും വിതരണം ചെയ്യുക. കമ്പോസ്റ്റ് വളം ഉപയോഗത്തിനു ശേഷം ബാക്കിയുള്ളത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്നവർക്കും ജൈവമാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്തിനെ ഏൽപ്പിക്കുന്നവർക്കും ഗ്രീൻ പോയിന്റ് നൽകും. ഗ്രീൻ പോയിന്റുകൾ പ്രാദേശിക കടകളിൽ ഡിസ്കൗണ്ടുകളായും പഞ്ചായത്തിലും വില്ലേജുകളിലും അജൈവ സേവനങ്ങളിലും ഉപയോഗിക്കാം. ഓരോ പഞ്ചായത്തിൻ്റെയും കീഴിൽ റീസൈക്കിൾ യൂണിറ്റ് ആരംഭിച്ച് അജൈവ മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യുക. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം നിരോധിക്കുക. കടകളിൽ നിന്നും വാങ്ങുന്ന പാനീയങ്ങളും മറ്റു കുപ്പികൾക്ക് അധികമായി ഒരു ചെറിയ തുക ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുകയും ശുചിയായി തിരിച്ചേൽപ്പിക്കുന്നവർക്ക് തുക തിരികെ നൽകുകയും ചെയ്യുന്നു. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. ഇത് മുഖേന പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പോലെയുള്ള നിയമലംഘനം ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്യുന്ന പൗരന്മാർക്ക് നിയമലംഘനം നടത്തിയ ആളിൽ നിന്നും ഒരു വലിയ തുക പിഴയായി ഈടാക്കി ഇതിൻ്റെ ഒരു വിഹിതം നൽകുകയും ചെയ്യുക.